ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറയുമ്പം നമ്മൾ ടക്കംബോസുമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്തു. ടക്കംബോസിൻ്റെ വൈഫുമായിട്ട് ടക്കംബോസ് ഇച്ചിരി സീനുണ്ട്. ടക്കംബോസിൻ്റെ വൈഫ് അറിയാതെയാണ് നമുക്ക് പൈസയും കാര്യങ്ങളും, പക്ഷേ ടക്കംബോസിൻ്റെ കണക്കിൽ പെടാത്ത പൈസയാണ്. ടക്കംബോസിൻ്റെ വൈഫിനെ അറിയാത്ത പൈസയാണ് നമുക്ക് തന്നിട്ട് അത് ടക്കംബോസിന് തന്നെ കൊടുത്ത് ഒരു വീട് വാങ്ങിച്ചത്. അപ്പം ടക്കംബോസിൻ്റെ പൈസകളെല്ലാം ഇനി വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മെയിലിലോട്ടായിരിക്കും ടക്കംബോസിൻ്റെ പൈസ വരുന്നത്. ഞാൻ ഇപ്പോൾ ഒന്ന് ഇവിടെ വന്നാലും ഗെസ് പെർ സെക്കൻഡിന് $3000 ഗെസ് ടക്കംബോസ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയ്ക്ക് നമ്മളും ടക്കംബോസുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവും. ടക്കംബോസ് തന്ന ഈ ഒരു റെയർ BMW ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 2000 എത്രയോ ഒരു അല്ല മാറിപ്പോയി. ഇതിൻ്റെ ഈ ഒരു അലോയ് വീൽസിന് തന്നെ കൈസ് $2000 എത്രയാണ്, വണ്ടിക്ക് തന്നെ $1 million എത്രയാണെന്ന് തോന്നുന്നു. ലൈക്ക് റോൾസ് റോയ്സിൻ്റെ ഒക്കെ അടുപ്പിച്ചിരിക്കുന്നതാണ്. കാരണം ഇത് BMW പ്രീമിയം കസ്റ്റമേഴ്സിനുള്ള ഒരു ഇതാണ്. നമുക്കെന്തായാലും ഇപ്പോൾ പോകേണ്ടതെന്ന് പറയുമ്പോൾ ബീച്ച് സൈഡിലോട്ടാണ്. കാരണം എന്ന് പറയുമ്പം എൻ്റെ കേസ് വണ്ടി വിഷയം നമ്മൾ എടുക്കും ഉടനെ. നമുക്ക് ബീച്ച് സൈഡിലോട്ടാണ് പോകേണ്ടത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ബീച്ച് സൈഡിലുള്ള മാൻഷൻ്റെ പണിയും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്ലൂ കളർ ആരോയും കാര്യം പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബീച്ച് സൈഡിലോട്ടാണ്. ബുഗാട്ടിയാണോ അത്? അല്ലല്ല, ബുഗാട്ടിയാണ്. അതൊക്കെ നല്ല ബീച്ച് സൈഡിലോട്ട് പോകാം. നമ്മുടെ മാൻഷൻ്റെ പണിയും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി മാൻഷനും കാര്യങ്ങളാണ് ടക്കംബോസ് എന്നാൽ. ഇനിയിപ്പം എനിക്ക് BMW ഒബ്വിയസ്ലി പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. പേഴ്സണലി ആ റൈറ്റ് ഞാൻ യൂസ് ചെയ്യും. ടക്കംബോസിൻ്റെ വീട് ഇതാണ്. ഇത് തന്നെ ഗൈസ്, ആൾക്കാർ എവിടെ ഇല്ലെന്ന് തോന്നുന്നു. എവിടെ വയ്ക്കാലും വരുമല്ല, മാങ്ങാണ്ടി പോകണം. നമ്മുടെ ആ വീട് ഇതാണ്. ഗൈസിന് എന്തായാലും അകത്തോട്ട് കയറ്റാം. അവിടെ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് നമ്മുടെ ലുക്ക് ടോട്ടലി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇരുന്ന ലുക്ക് പോലെയല്ല, നമ്മുടെ ലുക്ക് ടോട്ടലി മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു മില്യണയറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരാൻ നേരത്ത് ബില്യണയർ ടക്കംബോസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലുക്ക് ടോട്ടലി ഒരു നല്ല രീതിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും ലുക്ക് ചേഞ്ചൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ കാണിച്ച് ജസ്റ്റ് ഒന്ന് ട്രോളാൻ പറ്റുമെങ്കിൽ എടുത്ത് വെച്ച് ട്രോളിക്കോ. കാരണം നീയൊക്കെ അങ്ങനെയാണ്, വളർന്നു വരുന്ന ഒരു യൂട്യൂബറിനെയൊക്കെ നിങ്ങളൊക്കെ ട്രോളും, മനസ്സിലായി എനിക്ക്. അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അടുത്തൊക്കെ ഈ വീഡിയോസ് കാണാൻ പറയണം. റോബ്ലോക്സിൻ്റെ ഇതിപ്പോൾ വെബ് സീരീസ് ആണ്. നമ്മൾ വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ റോബ്ലോക്സിൻ്റെ നിങ്ങൾ പറയുന്നതും പറയാത്തതായിട്ടെല്ലാ ഗെയിംസ് നമ്മൾ കളിക്കുന്നതാണ്. റോബ്ലോക്സ് ഒബ്വിയസ്ലി എനിക്ക് പേഴ്സണൽ ഇഷ്ടമായിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇത് ഗ്യാരേജാണ്. ഗ്യാരേജിൽ ഇവിടെ നമ്മൾ റോൾസ് റോയ്സ് ഇടും, അത് ഉറപ്പാണ്. ഒരു റോൾസ് റോയ്സ് എങ്കിലും ഇടും. നമ്മുടെ 2 റോൾസ് റോയ്സ് ഉണ്ട്. ഒരു റോൾസ് റോയ്സ് എങ്കിലും ഇടും. കാർ സ്പോണർ ഇവിടെ എന്തായാലും നമുക്ക് വണ്ടികൾ ഇട്ടേക്കാം. നമ്മുടെ ഒരു കൊണ്ട് GT കിടപ്പുണ്ട്. ഇലക്ട്രിക് റോൾസ് റോയ്സ് ഇവിടെ ഇടാം. ഇലക്ട്രിക് EV റോൾസ് റോയ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു റോൾസ് റോയ്സ് മതി. പിന്നെ നമ്മുടെ മാഫിയ കിങ് വേണ്ട, മെർസിഡീസ് ഇടാം. മെർസിഡീസ് ഓക്കെ, സെറ്റാണിപ്പോൾ, സെറ്റാണ് ഏകദേശം. അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. നെറ്റ് ഇഷ്യൂ വന്നോ? ഇല്ല ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും വീടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് എന്തായാലും ബോറിംഗ് ആണെങ്കിൽ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്തോ. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയാണ്. കാരണം ടക്കംബോസ് എവിടെയോ എന്തെങ്കിലും മീറ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ വലിയ പരിപാടിയൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം വീടിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുക. നമുക്ക് ഏകദേശം നമ്മുടെ ഇരിക്കുന്ന പൈസ ഇതിനകത്ത് നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ പോകും. ടക്കംബോസ് തരുന്നത് ഓട്ടോമാറ്റിക്കലി ആയിട്ടാണ് ഗീസ് നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നത്. പൈസ ഏകദേശം കംപ്ലീറ്റ് ആയി നമ്മളെ പൈസ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ BMW ഇവിടെ ഇട്ടണോ ഗൈസ്? BMW ഇട്ടിട്ട് നമുക്ക് മെർസിഡീസ് എടുത്തുകൊണ്ട് പോയാലോ? അല്ല വേണ്ട ഗൈസ്, പേഴ്സണൽ യൂസ് അല്ലേ, BMW തന്നെ എടുക്കാം. ഏതാ ലുക്കല്ലേ. ഞാൻ BMW ഷോട്ട് ഇട്ടപ്പോഴേ എനിക്ക് നല്ല അത്യാവശ്യം വ്യൂസും ലൈക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ടക്കംബോസ് അവിടെ ഉണ്ടോ ഗൈസ്? ടക്കംബോസിൻ്റെ റോൾസ് റോയ്സ് ആണല്ലോ കിടക്കുന്നത്. കൊണ്ടോ നോക്കിയിട്ട് വരാം. കാണാൻ ചാൻസ് ഉണ്ടായിരിക്കാം ചിലപ്പം, മേ ബി. എന്താണ് കൈയൊക്കെ ഇങ്ങനെ ഇരിക്കണം. അത് നല്ല കയറി ഒന്ന് ചോദിച്ചു നോക്കാം. അസിസ്റ്റൻ്റ് ആരെങ്കിലും കാണും.
ഇവിടെ നിന്ന് ആരും കാണാനൊന്നുമില്ല കേട്ടോ. നമുക്കെന്താ കാര്യം ചെയ്യും, കോൾ വിളിച്ചോ കേട്ടോ ടക്കം ബസ്സിന്. സോ ഗൈസ്, ടെക്കൻ ബോസും കാര്യങ്ങളും പറഞ്ഞതെന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല. ടെക്കൻ ബോസ് ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ്റെ റോൾസ് റോയ്സ് ഇപ്പോൾ കാണില്ല. വല്ല കാര്യം പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ടെക്കൻ ബോസ് ഇവിടെ ഇല്ല ഇപ്പം. പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പം വേറെ എന്തോ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് എവിടെ പോയിക്കണം എന്നാണ് ഗൈസ് പറഞ്ഞത്. ഇവിടെയൊക്കെ ഇപ്പം പുതിയ വീടൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ് എനിക്ക് ഡൗട്ട് വരുന്നത് ഇവിടെ നിന്ന് വരുന്ന വീടുകളെല്ലാം ഒരേപോലെയാണ്. ഇപ്പം ഇവിടെ വല്ല ടെക്കൻ ബോസ് ഉണ്ടെങ്കിലോ ആണിപ്പോൾ എന്തോ പുള്ളി എന്തായാലും ഞാൻ വിളിച്ച സമയത്ത് പറഞ്ഞാൽ നമ്മൾ ടെക്കൻ ബോസ് ഇവിടെ ഇല്ല, ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് എവിടെ പോയേക്കണം എന്നാണ്. ടെക്കൻ ബോസ് ഈ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർട്ടി ഫുള്ള് ടെക്കൻ ബോസിൻ്റെയാണ്, ഈ ബീച്ച് സൈഡ് ഫുൾ. അതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കുന്ന ഇവിടുത്തെ ഓരോ വീടും ടെക്കൻ ബോസിൻ്റെയാണ്. ടെക്കൻ ബോസിൻ്റെ അസിസ്റ്റൻസിനും മാനേജേഴ്സിനൊക്കെ കൊടുത്തേങ്ങനെയാണ്. നമുക്ക് ഏത് വീട്ടിൽ പോയാലും ചിലപ്പോൾ ടെക്കൻ ബോസ് അവിടെ കാണും. അപ്പോൾ നമുക്കെന്താ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അവിടെ ഇൻകം 12,000 ആയതേ ഉള്ളൂ. നമുക്കെന്തായാലും നമ്മുടെ BMW എടുത്ത് പോകാം. നിങ്ങൾക്ക് ഈ BMW ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹാർട്ട്. ഈ ഒരു BMWക്ക് ഇനി കളറോ വല്ലതും മാറ്റണമെന്ന് വെച്ചാൽ റിമ്മിൻ്റെ കളർ ഞാൻ പറ്റൂല, മറ്റേ ഈ പെയിൻറ്റ് എന്തെങ്കിലും മാറ്റണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വീട് ഏതാണ്? വീട് കഴിഞ്ഞു. പിന്നെ മണ്ടേൽ ഇനിയുണ്ടോ? മണ്ടേലില്ലല്ലോ. ഇത് തന്നെ നമ്മളതിലിപ്പം നമ്മുടെ റേഞ്ച് റോവറും കിടപ്പുണ്ട്, നമ്മുടെ വാഗനും കിടപ്പുണ്ട്. BM എന്താ ഇങ്ങോട്ടുണ്ടോ ഒതുക്കിയിട്ട് നമ്മുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് എന്താ റേറ്റ് ചെയ്യണം കേട്ടോ. ലുക്ക് എന്നിട്ടിട്ട് റേറ്റ് ചെയ്താൽ മതി. ഓക്കെ യെസ്, നിങ്ങൾക്ക് നെക്സ്റ്റ് കാർ ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വാങ്ങുന്നേ എനിക്ക് ലൈക്ക് തോന്നുന്നതെന്ന് പറയുന്നത് ഈ നമുക്ക് ഒരു BMW ഏതോ ഒരു വണ്ടിയിൽ കാണിച്ചത് ഇവിടെ കാണാനില്ല. അതാ ഈ ഒരു കണ്ടോ, ഈ ഒരു BMW ആണ് ഇങ്ങനെ പ്രസ്സാവുന്ന BMW ഉണ്ടോ? ഈ ഒരു BMW വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ബൈ എന്ന് പറഞ്ഞിട്ടാൽ മതി. പിന്നെ റോബ്ലോക്സിൽ ഫ്രണ്ട് ആക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഐഡിയോ പേരോ എന്തെങ്കിലും വന്നിട്ട് ജസ്റ്റ് കമൻറ്റിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, എനിക്ക് കറക്റ്റ് 50 സബ്ബാവുന്ന സമയത്ത് എന്നെക്കൊണ്ട് എത്ര രൂപ റെഡിയും കൂടി നിങ്ങൾക്ക് തരാൻ പറ്റും. 10 രൂപയുടെ റെഡിയും വേണമെങ്കിൽ 10 രൂപ റെഡിയും കൂടി ഞാൻ ഉറപ്പായിട്ട് തന്നിരിക്കും. എൻ്റെ വാക്കാണ് കേസ്. ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിപ്പോയി. എന്ന് വെച്ചാൽ 50 സബ് എന്നാണ് ആ ദിവസം 8 മണിക്കകം 8 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ തേനു 50 സബ് എപ്പോൾ ആവുന്നു ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. എങ്ങനെയെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് റെഡിയും കൂടി കിട്ടുന്നതാണ്. മാക്സിമം നല്ലൊരു സബ് ചെയ്ത് വെച്ചേക്കണം, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ വെബ് സീരീസ് വേറെ ഒന്നുമില്ല, നമ്മുടെ ടെക്കൻ ബോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മൂടുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്കൻ ബോസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എന്നാലും പോയി നോക്കാം. നമ്മുടെ BMW ഇട്ടിട്ടെ നമ്മുടെ മാഫിയ കാറായിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ബില്യണറാണ്, നമുക്ക് അതിൻ്റെ ഒരു പവർ കാണിക്കണ്ടേ. അതിനായിട്ട് നമ്മുടെ മാഫിയ റയർ കളർ എൻ്റെ ഇരിക്കുന്ന എല്ലാ വണ്ടിയിലും യൂണിക് കളറാണ് കേട്ടോ. യൂണിക്ക് അത് BMW താഴെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പോവാം. ടെക്കൻ ബോസ് ഇന്ന് രാത്രി വിളിച്ചിട്ടെന്തോ റോബറിന്നോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അത്യാവശ്യം കുടിക്കുന്ന ആളാണ്. ഇനിയിപ്പം കുടിച്ചിട്ട് വല്ല പറഞ്ഞായിരിക്കാം എന്തോ കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും നമ്മുടെ ബീച്ച് സൈഡിലോട്ട് പോകാൻ ടെക്കൻ ബോസ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെക്കൻ ബോസിൻ്റെ വണ്ടി ഒരേപോലെയാണ്. നമ്മളൊക്കെ ഒരു മാഫിയ സെറ്റാണ് കേട്ടോ. സ്വയം പൊഴുത്തനില്ല. നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ ടെക്കൻ ബോസിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കേസ് എൻ്റെ വോയിസും കാര്യങ്ങളും ഇനി എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങൾ എനിക്ക് എന്ത് കുറവ് വന്നാലും കമൻറ്റ് ചെയ്യണം. മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമ്മുടെ മാൻഷൻ ഇവിടെയാണ്, നമ്മുടെ ടെക്കൻ ബോസിൻ്റെ അതാണെന്ന് തോന്നുന്നു. വരാൻ നേരത്ത് മാറിപ്പോവും ഗൈസ്. കാരണം എന്ന് പറയുമ്പോഴേ അങ്ങനെയാണ്, റോബ്ലോക്സിൻ്റെ ഒരു കുഴപ്പമാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടോ, ഇപ്പം ഇവിടെ വീടില്ല. ഇത്ര നേരം ഉണ്ടായിരുന്ന വീട് കാണാനില്ല. പക്ഷെ എൻ്റെ പൊന്നേ ഗൈസ്, റോബ്ലോക്സിൻ്റെ ഓരോ ബഗ്ഗുകളും കൊണ്ട് മുമ്പിലോട്ട് വീടുണ്ടാവും എന്തോ.
ലൈക്ക് ഒരു വീട് കിടപ്പുണ്ട്. ഇതിന് മുമ്പിൽ ഒരു വീടുണ്ട്. ഇത് കാരണം പറയുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടിയെങ്കിലും ഗ്യാരേജ് കിടക്കണമായിരിക്കും ടക്കം ബോസിൻ്റെത്. ഇതിന് ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ട് പാർക്കിംഗ് സ്പോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നൈസിന് അണ്ടർഗ്രൗണ്ടിലോട്ട് പാർക്കിംഗ് സ്പോട്ട്, അണ്ടർഗ്രൗണ്ടിലോട്ട് പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. ഇതൊരു സെറ്റ് ഫീച്ചറാണ്. ഇത് തുറന്നിട്ടുണ്ട്. ഓക്കെ എടാ എത്ര വണ്ടി പാർക്ക് ചെയ്യടാ? 1 2 3 4 5 6 വണ്ടി പാർക്ക് ചെയ്യാൻ കേസ് ഇവിടെയൊക്കെ വൈബ് തന്നെ. റോൾസ് റോയ്സ് അവിടെ മതിലീ തട്ടി നിൽക്കുമല്ലോ. നൈസിനെടുക്കാതെ. തേര് പിടിക്കൂലടാ, തേന്നോ ഗൈസ്, വണ്ടി തേര് പിടിക്കൂലോ. നമുക്ക് ഫ്രണ്ട് വേഡ് എടുത്തിട്ട് കയറാം. ബാക്ക് വേഡ് കയറുന്നില്ല. ഫ്രണ്ട് വേഡ് എടുത്തിട്ട് കയറാൻ പറ്റുമോ നോക്കാം. ഫ്രണ്ട് വേഡ് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. കയറും ഗൈസ്, കുഴപ്പമില്ലാതെ കയറും. മുണ്ടിയാണല്ലോ, സൈഡിൽ തട്ടാണെങ്കിൽ തേയും. പൂപ്പക്കാരാണ്, വർക്കർ വല്ലതും ആയിരിക്കും കേസ്. കഴിച്ചാൽ വണ്ടി ഒതുക്കാം. നമുക്ക് ടക്കം ബോസ് ഇവിടെ ഉണ്ടെന്നാണ് കേസ് മേ ബി. കാരണം ടക്കം ബോസിൻ്റെ ബുഗാട്ടിയൊക്കെ ഇവിടെ കിടപ്പം. നമുക്കെന്നാൽ ടക്കം ബോസുമായിട്ട് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് സംസാരിക്കാം.